ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പൊ പെരുന്നാളായിട്ട് എന്നിട്ട് പരിപാടി എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാ അടിച്ചു പൊളിച്ച്. നമ്മളിന്ന് വലിയ കാര്യത്തില് വലിയ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലേ, ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നിട്ട് നമുക്ക് പറയണ്ട, നിങ്ങൾ വീഡിയോ കാണുന്നേ ഇപ്പൊ കാണാലോ. ഇതാരത് അടിക്കളൊരടിക്കുക സക്കളെടുത്തോ. എന്നിട്ട് പറയട്ടെ മസാല ദോശയാ. ഇനിയിപ്പൊ അവിടെ വെക്കല് ജോയി വയോ ഇടുപൊട്ടും വന്നു പോയാ. ഇടുപൊട്ടും വന്നു അവന് പനിക്കണ്ട് വീണ്ടും. ചൂട് സക്കിള് കൊടുക്കേ. സൈക്കിൾ കൊടുക്കേ. സക്കിള് കൊടുത്തേ. അതെ ഹസിക്ക് കൊടുത്തേ. ആയിരുന്നോ ഓടിക്ക്. അമ്മിച്ചിയും വീട്ടിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് വന്നേക്കട്ടെ. നമ്മള് വീട്ടിലേക്ക് ചെല്ലണ്ടായില്ലല്ലോ ഇത്ര ദിവസമായിട്ട്. ഇതേപ്പോ അവര് വന്നിട്ടുണ്ട്. 25 ദിവസം ഉണ്ടാക്കിട്ടെ. കൊച്ചിന്റെ പനി മാറിയിട്ടില്ല. അപ്പൊ കൊറേ ദിവസം പറയണേ വെള്ളം കൊണ്ട് വേണ്ട ആള് അത് കുടിക്കും. അത് കുടിക്കും. എവിടെ മാറിയ കരച്ചില്? ആദത്തിന് പനിയുണ്ട്. ഹസിക്ക് വേണ്ടേ തണുത്തത്? വേണ്ട വേണ്ട. അത് കുടിക്കും. ഇത് വേണ്ട, പോ നിറച്ചിരിക്കുന്നു. മതി, ഇത് വേണ്ട, കൊടുക്കണ്ട അമ്മച്ചി, മതി. വരാനാ ആദാ ഹസിക്കൂട്ടനെ വിളിച്ചേ. അച്ചിട്ട ഹസി 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 ഡാ ഡാ. കാർ ഇഷ്ടായ? നല്ലതാ. എന്നിട്ട് വേണ്ട മസാല ദോശ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ആർക്കറിയാം? ടെന്റ് വേണോ? എടുത്തിട്ടോയോ? എടുത്തിട്ടോയോ? പോയി എടുത്തോ. ചേട്ടന്മാര് ഞാനിത് കൊണ്ട അമ്മച്ചിയുടെ ഐഡിയ ഉണ്ട്. ഇത് പുറത്തേക്ക് ഉണ്ടായാൽ മതി. അപ്പൊ അമ്മച്ചി എന്താ പറയാണ്ട് വന്നേ? സർപ്രൈസ്. ഞങ്ങ ഇവിടെ ഉണ്ടായില്ല. ഞങ്ങ അച്ഛനോട് പോയി തീരുമാനം. ആണോ? ഡ്രസ്സോ? അതിന് ഈസ്റ്റർ സ്പെഷ്യലാ? ഈസ്റ്റർ കോടി. മണ്ടി പോണേ. അപ്പൊ അപ്പച്ചനോ? ഇത് പുതിയ സാരിയോ? ഇത് നീ പറയ്. ഇത് ഡിന്നിയുടെ സാരിയാ. അവള് ഞാൻ പറഞ്ഞില്ലേ ഒരു ചുമട് ഇന്നലെ ആൾക്കാർക്ക് കൊടുക്കാൻ പറക്കി വെച്ചു. അത് സ്റ്റിക്കർ സാരി ആർന്ന. ഞാൻ എന്റെ സ്റ്റിക്കർ കളഞ്ഞ് സാരിയൊക്കെ എടുത്തു. കൊറേ സാരികളും ഇന്നലെ കൊടുത്തു, കൊറേ ഡ്രസ്സുകളും. അവളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടാന്നോ കൊണ്ടുവന്നതാ. നീ വണ്ടിയിലിരുന്നോ? ഞങ്ങൾ തിന്നണ്ട അവരത്
ഇതേ പോണ്. ഇപ്പൊ നല്ല കൂട്ടാനുള്ള രണ്ടുപേരും. എന്നിട്ടത് അമ്മാമ്മ ഡിഷ് കൊണ്ടുവന്നു. അതവന് പാകായിരിക്കും. ഇതിന് മുകളിലിട്ടാ മതിയാ? ആ മുകളിലിട്ടാ മതി. അത് കറക്റ്റ് ആയിരിക്കും. ഇത് രണ്ടുപേർക്കും ഒരളവ്. ഇവന് ഹസിക്കുവനോ? ആ അതിന് ഏത് കളറാ മാമ കൊണ്ടുവന്നേക്കണേ? മഞ്ഞയാ? മഞ്ഞ കളർ ഇഷ്ടം. ഇതിന് മഞ്ഞ ഇഷ്ടം. മഞ്ഞ കളറാ കൂട്ടുന്ന. ഞാനിരിക്കാറ് നീ പെരികളടാ. സെറ്റ്. കറക്റ്റ്. ഓക്കെ സെറ്റ് സെറ്റ്. ഇതേ കൊണ്ട് കാണിക്കാൻ പോണ്. ആ ചിറ്റുട്ടിനെ കാണിക്കട്ടെ. കാണിക്കും. അപ്പനെ കാണിച്ചിട്ട് ഡാൻസാ. ഡാൻസ്. ഇനി ആ ഡ്രസ് ഊരില്ല. ആ ചിറ്റുട്ടിനെ കാണിക്കാൻ കൊടുത്തതാ. നോക്കട്ടെ. മസാല ദോശ എനിക്ക് മസാല ദോശ ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കറിയില്ല. ആന്റിക്കറിയില്ല മസാല ദോശ. പാച്ചം വേണ്ടേ? പായസം കുടിച്ചോ? മസാല ദോശ പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേണ്ടത് ഡാഡയ്ക്ക് കൊടുക്കും. മമ്മയും ഡാഡയും കുടിക്കും. വേണ്ട ഡാഡയ്ക്ക് കൊടുക്കട്ടെ. ഡാഡ കുടിക്കണ്. ദൈവമേ കുടിച്ചോക്ക്. ഇത്തിരി ടേസ്റ്റ് നോക്ക്. ഇച്ചിരി ഇച്ചിരി പൊട്ട്. ഈ സ്പൂൺ കൊണ്ട് തിരുത്തരട്ടെ? ടീസ്പൂൺ കൊണ്ട്. അതില് നല്ല മധുരം ഉണ്ടാവും. മിച്ചി അധികം കുടിക്കണ്ട. ഇൻവെസ്റ്റിഗേഷൻ. പാതകോ? അപ്പോ ഇതെവിടെ സൈക്കിൾ എടുത്തോണ്ടേ? ആസി അമ്മേനെ കണ്ട അവിടു അമ്മ അവിടെ തലയിടിച്ച് കുടിക്കുന്നു. 16 സൈക്കിൾ. ഇതാ അബ്രുവിന്റെ. ഇതാദത്തിന്റെ അല്ലേ? ഇതാ അബ്രുവിന്റെ. പിന്നെ ചെറുത് ചോദിച്ചപ്പോ 0 അളവ്. ആ 0 അളവ്. പക്ഷെ ഇത് ആദത്തിന് ഇടാൻ തോന്നുന്നു കേട്ടാ. അപ്പൊ എനിക്കാ എന്റെ കട്ടായില്ലേ? കഴിഞ്ഞു. കട്ടായി. അമ്മമാരെ കട്ടിങ് 0 കാണിച്ചു തന്നു. 0 ഭയങ്കര പിന്നെ ഇത്ര ഉണ്ടായിട്ടാ. ഇത് പക്ഷെ 6 to 12. ഇത് 16. അത് കുഴപ്പമില്ല. മറ്റേത് 20. അത് സമാധാനം. സൈക്കിളും കബോർഡിന്റെ ഉള്ളിൽ എടുത്തേ. സൈക്കിളിന്റെ ഉള്ളിൽ സാധനങ്ങൾ പറക്കി അത് അമ്മിച്ചി പറഞ്ഞു നേരത്തെ കഥ. ഇതിഷ്ടം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മേടിച്ചപ്പോ തുടങ്ങിയത് ഉന്നം വെച്ചിരുന്നു. അവള് കേക്കണ്ട. അവളെ ചോറ് തിന്നാടാന്ന്.
അമ്മിച്ചി എന്റെ പൊള്ളലിന് ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് എന്നെ കാണാൻ വന്ന കേട്ടാ. അല്ല എന്നെ കാണാൻ വന്നതല്ല, പിള്ളേരെ അല്ല അല്ലെങ്കിലും ഞാൻ വരാൻ വിചാരിച്ചു. പറഞ്ഞിട്ട് ഇവരെ ഒരു വരവ് ഇങ്ങോട്ട് വന്നിട്ട് ഇവര് പിന്നെ അങ്ങോട്ട് തിരിച്ചെത്തി. പനി കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മിച്ചിക്ക് പിന്നെ പനി വരും. അപ്പൊ ഇവരുടെ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അമ്മിച്ചിനെ ആശുപത്രി കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ റിസ്ക്. അവിടെയും പനി ഇവിടെയും പനി ചുമയൊക്കെ. ഇവരെ മാറിയില്ലത് ഇപ്പൊ വീണ്ടും എന്തായാലും ഞാൻ ഈസ്റ്ററിന് മുന്നേ വന്നത് വിചാരിച്ചിരുന്നു. അങ്ങനെ ഈസ്റ്റർ കോടി കൊണ്ടുവന്ന് അമ്മിച്ചി കൊടുത്തു പിള്ളേർക്ക്. ഫസ്റ്റ് നമ്മളെ വീട്ടില് മിക്ക ദിവസം ഇറച്ചിണ്ടാ പറഞ്ഞു. ഇന്ന് വെറൈറ്റിക്ക് ഒരു മീൻകറി വെച്ചു. അതുകൊണ്ട് ഇവര് വന്നപ്പോ ഇറച്ചിക്കറി ഉണ്ടായില്ലേ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കണ്ടായിരുന്നു. ആ ചിക്കൻ നമ്മള് ഉരുളൻകിഴങ്ങ് ഇട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചു. ഞാനല്ലാട്ടാ അമ്മിച്ചി വെച്ചു. ഇപ്പൊ ഗ്യാസ് 45 ദിവസം പക്ഷെ വിറക് വേണ്ടതുണ്ട്. എന്താ ചെയ്യുന്ന തീ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ ഇറങ്ങിയിട്ടുണ്ടാവും ഗ്യാസിന് പകരം. അതിപ്പോ അവള് കണ്ടുപിടിച്ചോളൂ. അത് കുഴപ്പമില്ല. ഇവിടെ കാട്ടണേ മൂക്ക് വെച്ചിട്ടുണ്ട്. അമ്മിച്ചി വൈകുന്നേരം ചോറ് തിന്നാറില്ല. ഞാൻ ചോറ് തിന്നാറൊന്നുമില്ല. ചില ദിവസം തിന്നാറില്ല. ഇന്ന് കുറച്ച് തിന്നോ. അത് നിങ്ങളൊക്കെ പേരുന്ന അപ്പൊ അതന്നെ കറി ഉണ്ടാക്കിയ മോള് ഇത്തിരി തിന്നോട്ടെ. ഞാൻ മണ്ണിന്റെ അടിയിൽ അത് വേണ്ടതേ കോവയ്ക്ക് കൊണ്ടാട്ടുണ്ട് മണ്ണിന്റെ അടിയിൽ. പിന്നെ നോമ്പെടുത്ത പിന്നെ മോൾക്ക് ചിക്കൻ ബീഫ് കിട്ടില്ല. ഞാൻ ചിരക്കും പരിപ്പും കൂടി കടു പൊട്ടിച്ചു. പിന്നെ എന്നിട്ടുണ്ടാക്കിയാന്നാ വന്നിട്ട് നീ ചക്ക വേണമെങ്കിൽ ഇട്ടോണ്ട് അല്ലെങ്കിൽ വല്ലവരും ഇട്ടോണ്ടു. ചക്ക നല്ലോണം മൂത്ത് പഴുക്കാറായിട്ട് നിക്ക. എല്ലാവരും അതുമേ നോട്ടം. ഞാൻ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി അതിന് അവർക്ക് ഇറച്ചി മീനും മതില്ലോ. ഞാൻ നാളെ എന്തെങ്കിലും കാലത്ത് ഒരു ഉപ്പേരി ഉണ്ടാക്കും. അമ്മിച്ചി തിന്നോക്കിയാ കോവയ്ക്ക് കൊണ്ടാട്ടോ ഓടിപ്പോവാ. കോവയ്ക്കാരെ കണ്ട് ഓടിപ്പോവാ. അതിന് ചോറ് വേണം നീ. അപ്പാപ്പ വന്നിട്ടാ അപ്പാപ്പ വന്ന അമ്മിച്ചി ഇത്തിരി എന്തായാലും ഒന്ന് തിന്നോ. കോവയ്ക്കല്ല മീൻ കറിക്ക്. ആ പനി കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ എനിക്ക് ചിക്കൻ വേണ്ടേ? ഉണിക്ക് വെള്ളം വേണ? വേണ? അതെങ്ങനെ പോണേന്ന് കാടുജിക്ക് പോവാ. ഞാന് പിച്ചോളാ. കാടുജിക്ക് പോവാന്ന് ഉമ്മ തന്നെ അവിടെ ഉമ്മ തന്നെ നാളെ അമ്മയോട് വന്നോളട്ടെ. ടാരുട്ടിച്ച് നാളെ വന്നോളട്ടെ അമ്മയോട്. അതമ്മയുടെ അപ്പയുടെ കൂടെ വന്നോളട്ടെ. അപ്പാക്ക് വേണ്ടിട്ട് നാളെ എന്നെ വിളിക്കണ്ട നീ പൊക്കോ. സ്റ്റേജ് മോളിൽ രണ്ട് പൊക്കോ. സ്റ്റേജ് മോളില്ലേ നമുക്ക് പിന്നെ പോവാട്ടാ. നമുക്ക് പിന്നെ പോവാം. നമ്മുടെ ഇപ്പൊ നല്ല വണ്ടികളാണ്. ഇപ്പൊ പോണ്ട, നമുക്ക് പിന്നെ പോവാം. കൊച്ചിന്റെ എത്ര ജീപ്പാ ഇത്? ചീക്കന്റെ ജീപ്പാ അത് കൊണ്ടൊക്കോ. ജീപ്പ് നമ്മുടെ വീട്ടിലുണ്ട് ജീപ്പ്. അതെ പറഞ്ഞത്. പക്ഷെ നിന്റെ വീട്ടിലുള്ള കാരണം എത്ര ഭംഗിയില്ലത്. നമ്മുടെ വീട്ടിലെ ജെറ്റ് കാറായി. ഇത് ഓടില്ല. ഇതവന്റെ അപ്പാപ്പന്റെ കാറാണ്.
അപ്പൊ അവന്റെ ജീപ്പ് അപ്പൊ അവന്റെ ജീപ്പ് അതോടെ വെച്ചോ അത് തീർന്നോ നോക്കി നിക്ക ഇവനെന്തിനു ചെയ്യാൻ പോണത്? ഓച്ചു ഓച്ചു മിജുവാനോട് നിർത്താൻ പോണ് ശരിയൊക്കെ പറയേ. സ്വിച്ച് ബോർഡൊക്കെ ഇളകി പോയിന്ന് പറയും. നാളെ വരുമോ ഇവന്റെ ഓർമ്മ നോക്ക് കണ്ട അമ്മിച്ചിയും ഡിന്നിയും സ്റ്റെബിയും എല്ലാവരും കൂടി നാസികോട്ടിനും എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് വന്നു. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ. പക്ഷെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഫോൺ എടുത്തില്ലേ, ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഞങ്ങള് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അങ്ങോട്ട് പോയേക്കായിരുന്നു. അപ്പൊ എന്റെ ഫോൺ ഇവിടെ ഇരിക്കുകയായിരുന്നു, ആളുടെ ഫോൺ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ വേറെ ഒന്നല്ല, അവര് നമ്മളിവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവര് പറഞ്ഞ് വിളിച്ചപ്പോ കിട്ടാണ്ടായപ്പോ അവര് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം ഇന്നലെ വിളിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ, എനിക്ക് അങ്ങോട്ട് പറഞ്ഞു ഞാൻ ബസ് കയറി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടാൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കിക്കോ ഈ അമ്മിച്ചി ഞായറാഴ്ചത്തേക്ക് ഉള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മേനെന്നൊക്കെ പറയായിരുന്നു. അതുപോലെ തന്നെ അമ്മിച്ചി അങ്ങനെയല്ല. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വന്നിട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് ഇവരിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു വണ്ടി വന്നു. എന്നിട്ട് അവര് നിർത്തി ഹോൺ അടിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരാണാവോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിർത്തി ഹോൺ അടിക്കുന്നത്. ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് പോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി നോക്കി. അപ്പൊ ഇവര് അതന്നെ ഞാനതെ എനിക്ക് കണ്ടപ്പോ ഇതേ. പക്ഷെ എനിക്ക് വരുന്നറിയായിരുന്നു, എന്തായാലും വരുന്നറിയുന്ന പറഞ്ഞാൽ എന്റെ അമ്മ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എത്തും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പൊ അവര് ആദ്യത്തിന് പോണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആദ്യത്തിന് നമുക്ക് വിടാൻ പറ്റില്ല. അതെന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേജ് മോള് ആദ്യം ഒറ്റയ്ക്ക് പോണെന്നല്ല പറഞ്ഞേ, സ്റ്റേജ് മോള് കേറി വന്നിട്ട് പോവാ അങ്ങനെ പറഞ്ഞേ. അപ്പൊ തന്നെ നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് വിടാൻ ഒരു ധൈര്യക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ വിട്ടില്ല. ഇവിടെ അടുത്തെങ്ങാനാണെങ്കിൽ എന്തായാലും വിട്ടാനെ. അപ്പൊ പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പോയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. ഇത് അത്ര ദൂരം പോയി വരുമ്പോഴേക്കും പെട്ടെന്നായിരുന്നു. കറിയപ്പും ഒരു ദിക്കും തിരക്കും തൃശ്ശൂര് വിളക്കും എല്ലാത്തിനും കൂടിയിട്ടൊരു. അമ്മിച്ചിക്ക് നോമ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മിച്ചിക്ക് വേറെ കറി രാത്രി അമ്മിച്ച് ചോറിനാറില്ല എന്നാ പറഞ്ഞ. എന്നാലും ഞാൻ ഇങ്ങനെ ഉരുളങ്കിഴങ്ങ് ഉപ്പേരിയൊക്കെ വെച്ച് തട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്ത് അവര് ഫുഡ് കഴിച്ചു. അവര് പോയി. പിന്നെ അത് കറിഞ്ഞു. പിന്നെ ഈസ്റ്റർ കോടി കൊണ്ടുവന്നു. എനിക്ക് കൊണ്ടുവന്നില്ല, അവർക്ക് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അതൊക്കെ ഇനി കെട്ടിയോന്റെ ഡ്യൂട്ടി. പിള്ളേരുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളാനോ പറഞ്ഞേക്കണേ. അപ്പൊ പിന്നെ എന്നിട്ടാണ് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പച്ചൻ കടയിൽ പോയേക്കായിരുന്നു. അവര് വന്നപ്പോ ഒരു 7 മണിക്ക് ആയിട്ടുണ്ടാവും. 7 മണി ആ സമയം എപ്പോഴാ വന്നേ. അപ്പൊ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴേക്കും 10:30 ആയപ്പോഴേക്കും അവര് തിരിച്ചു പോയിട്ടാ. അപ്പച്ചൻ അവിടെ വരുമല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.